അവർ മലയാളിയാണല്ലേ? അവർ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ മലയാളിയാണ്. ബട്ട് ഞങ്ങളെല്ലാവരും നമ്മൾ ബ്രാഹ്മിൻസുകാരാണ്, തമിഴാണ് നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത്. ബട്ട് കേരളത്താണ് നമ്മൾ പിറന്നു വളർന്നതെല്ലാം. അതേപോലെ എനിക്ക് ആ ഒരു സാഹചര്യം ഇതുണ്ടായിരുന്നു. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലായിരിക്കും നമ്മൾ കല്യാണം കഴിക്കേണ്ടെന്ന് ഒരു മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ പല വാല്യൂസും സിസ്റ്റംസും നമ്മൾ അതിലോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ആൾക്കാരല്ലേ. തമിഴരായാലും കേരളത്തിലിരിക്കുന്ന തമിഴന്മാർക്ക് കുറച്ച് വ്യത്യാസം കൂടുതലാണ്, അതേപോലെ ട്രിവാൻഡ്രത്തിരിക്കുന്നത് പോലെ. അപ്പോൾ അതേപോലെ അങ്ങനെ കല്യാണം കഴിച്ചു വാല്യൂ സിസ്റ്റത്തിൽ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ വൈഫിൽ അവരുടെ കുടുംബത്തിൽ കാണുന്ന ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനെ ഇവിടെ കൂടുതലാണ് അവരുടെ വീട്ടിലുള്ള ഓർത്തഡോക്സ്. നമ്മൾ ആഗ്രഹിച്ചതാണ് അവിടെ കിട്ടിയത്. അപ്പോഴാണ് നമ്മൾ വിജയം വരുന്നത്. കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും അതൊരു ഭാഗ്യം തന്നെയാണ്. ശരിയാണ്. അവിടെയാണ് ഐശ്വര്യം വരുന്നത്. ശരിയാണ്. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഈ കമ്പനിയുടെ ചെയർമാനാണ് മാഡം. എക്സാക്ട്ലി. കാരണം എവരി സക്സസ്ഫുൾ മാൻ ബിഹൈൻഡ് വുമൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ശരിയാണ്. മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഘടകം ഇന്ന് ഈ സൗവർണിക പ്രോജക്ട്സിന്റെ വിജയത്തിന്റെ പിന്നിൽ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ ഈ കമ്പനീൻ്റെ ചെയർമാനാണ്. എൻ്റെ വിജയം ഇന്ന് ഞാൻ ആദ്യത്തെ ഘട്ടം, അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളൊരു ഘട്ടവും കല്യാണം കഴിഞ്ഞ് എൻ്റെ ലൈഫ് മാറുന്ന ഘട്ടവും ഞാൻ ഇന്ന് കാണുന്നത് എൻ്റെ ഭാര്യ കാരണം കൊണ്ടാണ് ഞാൻ ഈ ലെവൽ വന്നത് മാത്രം കാണുന്ന ഒരാളാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് മാഡത്തിനെ സ്വാഗതം ചെയ്യും. ശ്രീമതി മീനാക്ഷി രാംജി, ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഐശ്വര്യത്തെക്കുറിച്ച് നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം. കാരണം ഏറ്റവും വലിയ സപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഒരു ആസ് എ ഹൗസ് വൈഫ് ഓർ ദ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യലിലേക്ക് നമുക്ക് വന്നിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ സെഗ്മെൻറ്റ്. വളരെ സന്തോഷം മാഡം, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. എങ്ങനെയാണ് മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട്? മാഡം ബോൺ ആൻഡ് ബ്രോട്ട് ഡൽഹി, പക്ഷേ തമിഴ് അറിയാം അല്ലേ? മലയാളം മനസ്സിലാകും. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ജനിച്ചതൊക്കെ ഡൽഹിയിലായതുകൊണ്ടും പിന്നെ തമിഴ്നാടുമായിട്ടാണ് കൂടുതലുള്ളത്. എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്തത്? നോർമൽ അറേഞ്ച്മെന്റ്. ഓക്കെ. എങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് മാഡം സാറിന് കൊടുക്കുന്നത്? ഒരു കൊടുക്കും. 2 റോളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ചിൽഡ്രൻസ്, കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഓഫീസിൻ്റെ കാര്യം കൂടെ. എങ്ങനെ 2 റോളും വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും? ഇത് ഞാൻ പറയാം. ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഞങ്ങൾ ഈ കമ്പനി തുടങ്ങുന്ന സമയം അതിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വൈഫ് ഇതിലൂടെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നു. ഈ കമ്പനി മൊത്തം എൻ്റെ വൈഫും എൻ്റെ ചേട്ടനുമാണ് റൺ ചെയ്യുന്നത്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയം മൊത്തം കമ്പനി നോക്കുന്നത് മൊത്തം വൈഫാണ്. അന്ന് എഗ്രിമെൻ്റ് ചെയ്യുന്നത് മുതൽ കസ്റ്റമറിൻ്റെ പൈസ കളക്ഷൻ ചെയ്യുന്നത് മുതൽ ബാങ്കിൽ പോയി പൈസ ഇടുന്നത് മുതൽ എല്ലാ സിസ്റ്റംസും ഓടിക്കുന്നത് എൻ്റെ വൈഫാണ്. അതായത് അന്ന് സ്ക്രാച്ച് മുതൽ തുടങ്ങിയതിൻ്റെ എല്ലാ സിസ്റ്റംസുമാണ് എൻ്റെ വൈഫ് ചെയ്യുന്നത്. ഒരുപക്ഷെ സെക്കൻഡ് എൻട്രി ആയിരിക്കും മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യം. ശരിയാണ്. അത് കമ്പനിയിൽ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് മാഡം തന്നെ. ശരിയാണ്. ആ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് ശരിക്കും വലിയ പ്രയോജനം ചെയ്തു എന്നുള്ളത്. ശരിയാണ്. ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെ ആയിരിക്കും. ശരിയാണ്. അതിനെ ഓവർകം ചെയ്യാൻ എടുത്ത എഫോർട്ട് എത്രത്തോളം? കാര്യം മാഡം പറയുന്നതിനേക്കാൾ കൂടുതൽ മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യം പറയുന്നതായിരിക്കും നല്ലത്. ആദ്യം ഞാൻ പറയുന്നത് പോലെ ഇവരുടെ സപ്പോർട്ട് പറയുന്നത് ഫാമിലി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ തിരിച്ച് നമ്മൾ സന്തോഷമായിട്ട് കുട്ടികളും ഭാര്യയും കാണുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ മറന്നു കയറുന്നത് അകത്ത്. തീർച്ചയായും. അപ്പൊ ആ ഭാര്യന്റെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫേസ് എന്ന് വേണം നമുക്ക് പറയാൻ. അതാണ് ആദ്യം വരുന്നത്. അതിൻ്റെ അപ്പുറം കുട്ടികൾ. ഇന്ന് വരെ ഞങ്ങൾ 16 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ കുട്ടികളെ ഒരു ദിവസം പോലും വിട്ട് മാറി നിൽക്കാതെ ജീവിതം കഴിച്ച എൻ്റെ ഭാര്യയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ 17 വർഷം കൂടെ ഇരുന്നത് പോലെ എൻ്റെ കുട്ടികളും അവരുടെ അമ്മേൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു സാഹചര്യം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അതിലുള്ള ഒന്ന്. രണ്ടാമത് നമ്മുടെ കമ്പനിയിൽ ഏത് ബിസിനസ് നന്നാവണമെങ്കിലും 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കമ്പനിയിൽ ഇടുന്ന എഫേർട്ട്, ഇതിനെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ ഇടുന്ന എഫേർട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ രണ്ടാമത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. മൂന്നാമത് ആ കമ്പനി നന്നാവാനുള്ളതിൻ്റെ ലക്ക് ഫാക്ടർ എന്ന് പറയും. ലക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ തുച്ഛമായി കളയാം. ബട്ട് നമുക്ക് നമ്മുടെ സമയം മോശമാകുമ്പോൾ ആ നല്ല സമയം കിട്ടുന്നതിൽ നമ്മൾ നന്നായി പിടിച്ചു വരുന്നില്ല. ആ ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് പറയുന്നത് പോലെ ഞാൻ കല്യാണം കഴിഞ്ഞ 4ാമത്തെ മാസം തന്നെ ഞാൻ ആദ്യം വലിയൊരു കമ്പനിയിൽ ഞാൻ കയറുന്നു.
ഏതാണ് ആ കമ്പനി? ജനറൽ ഇലക്ട്രിക് എന്ന് പറയും, GE. ഇന്ന് 150-200 ബില്യൺ ഡോളർ വലിയൊരു കമ്പനിയാണത്. ഞാൻ ആ കമ്പനിയിൽ കയറുന്നത് 4ാമത് മാസം കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വൈഫ് അതിലാണ് ആദ്യം എൻ്റെ ലക്ക് വരുന്നത്. അതിൻ്റെ അപ്പുറം എൻ്റെ ആദ്യത്തെ മോൻ പിറക്കുന്നതിൻ്റെ എക്സാക്ട് ഒരു മാസത്തിൽ എൻ്റെ ആദ്യത്തെ പ്രൊമോഷൻ മാനേജറായി മാറുന്നു. 2ാമത് മോൻ കൺസീവ് ആയത് തന്നെ ഞാൻ 2ാമത് പ്രൊമോഷനായി വരുന്നു. അപ്പോഴാണ് ബാംഗ്ലൂരോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത്. കുട്ടികൾ? എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ ശ്യാം, 10ാം ക്ലാസ്, മൂത്ത ആൾ, പുള്ളി 10th പഠിക്കുകയാണ്. 2ാമത്തെ ആൾ ഗിരിധർ എന്ന് പറയും, പുള്ളി 7th പഠിക്കുകയാണ്. അങ്ങനെ 2 പേരിലും ആരെങ്കിലും ഒരാൾ ഈ ബിസിനസ് എടുത്ത് റൺ ചെയ്യണം എന്ന് പറഞ്ഞൊരു ആഗ്രഹത്തിലാണ് പഠിപ്പിക്കുന്നത്. അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത്. ബിക്കോസ് നമ്മൾ പറയുന്ന പോലെ ഈ ബ്രാഹ്മിൻ സൊസൈറ്റിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് ബ്രാഹ്മണൻ പറഞ്ഞിട്ടില്ല, സർവീസ് സെക്ടറാണ് എന്നുള്ള ആ ഒരു ആശയം നമ്മൾ മാറ്റുകയാണ്. കാരണം ഈ ഒരു അടുത്ത ജനറേഷനും അവരുടെ അടുത്ത ജനറേഷനും ബിസിനസ് സെക്ടറിലേക്ക് വരണം. ആ ഇൻഡസ്ട്രി അവർക്ക് മനസ്സിലാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ ശരിയാണ്. ആ ഒരു അഗ്രഹാരത്തിന്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് ആ വിശ്വാസത്തെയും എല്ലാം അവരിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയാണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ബിസിനസ്സിൽ വരുന്നത്, എനിക്കിങ്ങനെ എൻ്റെ ബ്ലഡിൽ ബിസിനസ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ അച്ഛൻ്റെ ശമ്പളം മാത്രം ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, ഈ ചെറിയ പപ്പടങ്ങളുണ്ട്, പപ്പടം നമ്മൾ നാഗർകോവിലിൽ നിന്ന് പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് വിൽക്കും. ചെറിയ കാര്യമാണ്, അതിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാകും. ബട്ട് ഞാൻ ഇന്ന് കാണുന്നത് എൻ്റെ അമ്മ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയോ അമ്മേൻ്റെ മൈൻഡിൽ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട്. ആ ബിസിനസ്സാണ് നമ്മുടെ മൈൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് കറക്റ്റ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഒരു ചെറിയ ബിസിനസ് ആയിരുന്നാൽ പോലും നമ്മളത് മനസ്സിലാക്കിയെടുത്തു. ശരിയാണ്. കാരണം ഒരു ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ശരിയാണ്. വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അമ്മ ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ ശരിയാണ് ചെറുപ്പത്തിൽ നമ്മൾ നോക്കി കണ്ടതാവണം. ശരിയാണ്. ഒരു പക്ഷേ നമ്മളെ ബ്ലഡിൽ അത് ഇൻവോൾവ്, കാരണം ഒരു വളരെ മേജർ റോൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ശരിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. സൗപർണിയ പ്രോജക്റ്റിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച ഒരു കോൺക്രീറ്റ് പോലെ അത് മനസ്സിലാണ് ആ ധൈര്യത്തെ നിലനിർത്തിക്കൊണ്ട് യാത്ര തുടരുകയാണ് സൗപർണിയയുടെ സാരഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ വിജയത്തിലേക്ക്. തീർച്ചയായും ഇത് വാക്കുകളിൽ കൊണ്ട് മാത്രം തീരുന്നതല്ല, പ്രവൃത്തികളിലാണ്. ഓരോ വാക്കും പ്രവൃത്തിയോട് തന്നെ തുല്യമാക്കി കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇവിടുത്തെ വിജയം. ഈ വിജയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.